കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അവസാനത്തെ വാക്യശകലമാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു: അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നമ്മുടെ ജീവിതത്തില് പുതിയ പുതിയ ദിനങ്ങളില് പുതിയ പുതിയ പ്രശ്നങ്ങള് കടന്നു വരും. അപ്രതീക്ഷിതമായി നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല, പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ കറണ്ടില്ലാത്ത അവസ്ഥ ദീർഘമായിട്ട്, അല്ലെങ്കിൽ വെള്ളം കൂടി മുട്ടുന്ന അവസ്ഥ, വെള്ളം കുടിക്കുന്ന നിലം ദിവസം തോറും കിട്ടുന്ന വെള്ളം ആവശ്യത്തിന് ലഭിക്കാതെ വരുമ്പോൾ ഒരു യാത്ര പെട്ടെന്ന് പോകേണ്ടതായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ വെച്ചിരുന്നതായിരിക്കും. പക്ഷേ എങ്കില് വണ്ടി വന്ന് നോക്കിയപ്പോൾ അത് കാറ്റില്ല, ബ്രേക്ക് ഡൗൺ ആയിരിക്കണൊക്കെ. അതുപോലെ തന്നെ ബാങ്കിൽ പോയാല് നമ്മൾ ആവശ്യം നടക്കാതെ വരുമ്പോഴുണ്ടാകും ധനപരമായ കാര്യങ്ങൾ. ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. അവിടൊക്കെ പ്രിയപ്പെട്ട ഒരാള് പറഞ്ഞ കാര്യമാണ്, റിയലായിട്ട് നടന്നതാണ്. ഒരു ദീർഘയാത്ര ഒരു വെച്ചു സ്ഥലങ്ങളെ കാണാനായിട്ടൊക്കെ മൈസൂർ ആ ഭാഗങ്ങള് അങ്ങനെയൊക്കെ പോയി. അവസാനം കയ്യിലിരുന്ന കാശെല്ലാം തീർന്നു. ഏറ്റവും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവര് ദേശം മുഴുവൻ ഏറ്റവും ബാക്കി ചെയ്യുന്നില്ല. ആകെ വിഷമമായി. അവർ പറഞ്ഞു 50, പിന്നെ അതിനകത്ത് 50 കിലോമീറ്റർ കൂടി പോകാനുള്ള റോഡില്ല. ആകെ വിഷമമായി. പിന്നെ ഒരു കടയില് സ്വർണ്ണക്കടയിൽ പോയി അവിടെ കയ്യിലുണ്ടായിരുന്ന മോതിരം വിറ്റ് മടങ്ങിയ വീട്ടിൽ വന്നതായിട്ട്. അതൊക്കെ അപ്രതീക്ഷിതം. പ്രശ്നങ്ങള് ഇതുപോലെയൊക്കെ വരും. പെട്ടെന്നുള്ള അസുഖങ്ങൾ വരും. ഹാർട്ട് അറ്റാക്കിന് പ്രശ്നം വേഗം, ഇതൊന്നും അപ്രതീക്ഷിതം. അപ്പൊ അന്നന്ന് അതാത് ദിവസങ്ങളില് അതാത് പ്രശ്നങ്ങള് ഉണ്ടാകും. അതങ്ങനെ ഇരിക്കും. ലോകത്തില് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അതങ്ങനെ തന്നെയാ. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും പഴയ മനുഷ്യനും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായ ആ പ്രശ്നങ്ങളും ഒക്കെ അതിനകത്ത് വരും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ വരുമ്പോ കർത്താവ് പറയുന്നത് നിങ്ങളെ ഭാരപ്പെടരുതെന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു ധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉള്ളത്. കർത്താവിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് വച്ചിട്ടുണ്ട്. എങ്കിലും പെട്ടെന്നുണ്ടാകുന്ന റെസ്പോൺസിബിൾ യാതൊരു സംശയവും. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിലൂടെ കൊണ്ടുവന്നപ്പോ ശരിക്കും കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർ കാണുന്നുണ്ട്. ദീപസ്തംഭമുണ്ട്, മേഘസ്തംഭമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേങ്കില് ദിനംതോറും അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ വന്നപ്പോ അവർ പിറവിറക്കുകയാണ് ചെയ്തത്. വെള്ളത്തിന് വേണ്ടി പിറവിർത്തു, ഭക്ഷണത്തിന് വേണ്ടി പിറവിർത്തു, അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടി പലവട്ടം അത് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. 40 വർഷക്കാലം മരുഭൂമിയിൽ കടന്ന് കറങ്ങി 20 വയസ്സിന് മേളിലുള്ളവർ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യാത്തവരൊക്കെ യേശു ക്രിസ്തുവിന് വിശ്വാസം അർപ്പിച്ച് കർത്താവ് കരുതിക്കൊള്ളുമെന്ന് വിചാരിക്കാത്ത ആളുകളെല്ലാവരും മട്ടുപോയി എന്നാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പിറുപിറുപ്പ് അത് കർത്താവിന് വലിയ വിഷമമാണ്. പക്ഷെ അത് നമ്മളെങ്ങനെ വന്നു പോവുകയാണ്. എന്ത് ചെയ്യാ, ഇന്ന് അനി പോയി, ഇനി വരുന്ന പരിപാടി എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ, മഴയെ ഓർത്ത് അതുപോലെ വലിയ പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ദിനംതോറും വരുന്ന പ്രശ്നങ്ങളെ വെറുപെറുപ്പോടെ സ്വീകരിക്കുകയും കർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതിനെ അത് മാറ്റിയത്. എങ്ങനെയാ മാറ്റുക? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. അതോടുകൂടി ഇതൊക്കെ പരിഹരിക്കണം. കർത്താവിനെ മുമ്പേ നിർത്തണം. കർത്താവിനെ മുമ്പേ നിർത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം,
ദിനംതോറും രാവിലെ തുടങ്ങുന്നത് കർത്താവിന് മുഖം അന്വേഷിച്ചിട്ടല്ലാതെ തുടങ്ങരുത്. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്തോത്രത്തോടെ എഴുന്നേറ്റ് വന്ന് മുഖം കഴുകി ബാത്റൂമിലൊക്കെ പോയി വളരെ മുഖമൊക്കെ കഴുകി വൃത്തിയായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുവാൻ കഴിയണം. അല്പസമയം ദൈവവചനം ധ്യാനിക്കണം. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. കർത്താവിനോട് അന്നത്തെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ അന്ന് വരുന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിക്കണം. ഇവിടെയൊക്കെ പോകണം, ഇന്നതല്ല എനിക്ക് ഇന്ന് കെട്ടേണ്ടതാണ്, ഇന്ന് കാര്യങ്ങൾ നടക്കണം, ഇന്ന് യാത്രയുണ്ട് കർത്താവെ അവിടെ പോകണം, ഇതെല്ലാം ചെയ്യണം. ഇതൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു തുടങ്ങുന്ന ഒരു ദൈവപൈതലിനെ അന്നത്തെ പ്രശ്നങ്ങളെ കർത്താവ് മാറ്റി തരും, പോക്കുവഴി തരും. വിജയകരമായിട്ട് അന്നത്തെ പകല് തീർത്തു തരും. കർത്താവിന് മുന്നമേ നടത്തണം. മുമ്പേ അവന്റെ രാജ്യം നേടി. യേശുവിലുള്ള വിശ്വാസം, യേശു നടത്തും. യേശുവാണ് എൻ്റെ നായകൻ. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകും. അങ്ങനെയെങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതൊരു പുതിയ സന്ദേശമൊന്നുമല്ല. ഇത് നമ്മൾ ഒരുപാട് പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും. ഇതാണ് ഈ എളിയവനെ കർത്താവ്, ഞാൻ ഒരു പോരായ്മ ഒരുപാടുള്ളവരുണ്ട്, പക്ഷേ എങ്കിൽ ഓരോ ദിവസവും ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഇതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന് തന്നെ മനസ്സിലാക്കാൻ തോന്നുന്നു. അവന്റെ സാന്നിധ്യവും അവന്റെ വചനത്തെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിശ്ചയമായിട്ട് അന്നത്തെ വിഷയങ്ങൾ കർത്താവ് പോക്കൊരു സാധിക്കും. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ ഓരോരുത്തരെയും